കേരളത്തിലെ ഏതൊരു സാധാരണക്കാരനും ഒരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവരെ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുമ്പോൾ അവർക്ക് കൈത്താങ്ങായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഡിവൈഎഫ്ഐയുടെ ചുണക്കുട്ടികൾ കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇപ്പോഴിതാ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ കീഴിലുള്ള ഒരു പ്രൈവറ്റ് PNB ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ആ ഒരു ബാങ്കിൽ നിന്നും സാധാരണക്കാരായ ഒരു കുടുംബം അവരുടെ വീട് എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി കൊള്ളപ്പലിശയ്ക്ക് കുറച്ച് കാശ് കടം വാങ്ങുന്നു. അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ആ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ മനുഷ്യത്വത്തിനുമേലുള്ള കടന്നുകയറ്റത്തിനെതിരെ, അല്ലെങ്കിൽ അവരുടെ ആ സാധാരണക്കാരുടെ വീടുകൾ പൂട്ടി സീല് ചെയ്തിട്ട് പോയ അതേ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥർക്കെതിരെ, അവർ വന്ന് താഴിട്ട് പൂട്ടിയിട്ട് പോയ ആ വീടിൻ്റെ ആ പൂട്ട് അടിച്ചു പൊളിച്ചുകൊണ്ട് ആ സാധാരണക്കാരെ വീട്ടിനകത്ത് തിരികെ കയറ്റി പാർപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ, അവിടുത്തെ നാട്ടുകാർ, ഈ നാടിന്, കേരളം എന്ന് പറയുന്ന സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന നാടിൻ്റെ മഹത്വം എന്താണെന്ന് വീണ്ടും വീണ്ടും ഉയർത്തിക്കാട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ തെളിയിച്ചിരിക്കുന്നു. കൈയടിക്കേണ്ട സംഭവമല്ലേ? അതെ, കൈയടിക്കേണ്ട സംഭവമാണ്. ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ പ്രൈവറ്റ് ഫിനാൻസ് ഏജൻസിയിലെ ബന്ധപ്പെട്ട ആളുകളോട് വളരെ വിനയത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കേരളത്തിനകത്ത് ഒരു സാധാരണക്കാരനും വീട്ടിനകത്തു നിന്ന് വീട് പണയപ്പെടുത്തി ലോൺ എടുത്തു എന്നതിന്റെ പേരിൽ വഴിയാധാരമാക്കാൻ സമ്മതിക്കാത്തൊരു നാടാണ് കേരളം. അതിന്റെ പേരിൽ ഒരു സാധാരണ കുടുംബത്തെ പടിയിറക്കി വിട്ടുകൊണ്ട് അവരെ തെരുവിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ച ഈ അധികാരികൾക്കെതിരെ ഡിവൈഎഫ്ഐയുടെ ശക്തമായ പ്രതിഷേധമാണ് ഇന്നിപ്പോ ഇവിടെ. അവർ പൂട്ടിയ പൂട്ട്, അവർ എത്ര വലിയ താഴിട്ട പൂട്ട് വെച്ച് പൂട്ടിയാലും ഞങ്ങളത് പൊളിച്ച് ഇതിനകത്തേക്ക് ആ വീട്ടുകാരെ കയറ്റുമെന്ന തീരുമാനത്തിലെത്തിയത് ആയതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇന്നവരെ ആ വീട്ടിനകത്തേക്ക് കയറ്റി ഇരുത്തുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയും പ്രദേശത്തെ പാർട്ടിയും നാട്ടുകാരും എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇതിന്റെ പേരിൽ ആ വീട്ടുകാർക്കോ ഇതിന്റെ ഉടമസ്ഥർക്കോ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് ഭീഷണികളോ നിയമപരമായിട്ടുള്ള നടപടികളുമായി പോവുകയാണെങ്കിൽ അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും ഈ വീട് പൂട്ടിയ തീരുമാനത്തെ പൊളിച്ച ആ പൂട്ട് പൊളിച്ച് അകത്ത് കിടക്കാൻ ഞങ്ങൾ കാണിച്ച പ്രവർത്തനം, ആ പ്രവർത്തനത്തിന്റെ പേരിൽ പോലും നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായി പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഉദ്യോഗസ്ഥർ കേസെടുക്കുകയാണെങ്കിൽ ആ കേസുകളെ പോലും ഞങ്ങൾ നിയമപരമായി നേരിടും. ഇനി ഒരു തരത്തിലും ഒരു ഭീഷണിയും ഒരു പ്രൈവറ്റ് ബാങ്കിംഗ് മേഖലയ്ക്കകത്തുള്ള ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതിരിക്കാൻ ഈ നാടിനകത്ത് ഡിവൈഎഫ്ഐ ഉണ്ടാവും എന്നതിന്റെ തെളിവാണ് ഒരു വീട്ടുകാരെ മൊത്തം വീട്ടിൽ നിന്ന് മറക്കിവിട്ട ഈ സമീപനത്തിനെതിരെ ഞങ്ങൾ ഇന്നിവിടെ നടത്തിയ ഈ പ്രവർത്തനം എന്ന് മാത്രമാണ് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്. കയറി കിടക്കാൻ ഒരു വീട്, ആരെയും പേടിക്കാതെ ഒരു നേരം നന്നായി ഉറങ്ങാൻ ഒരു വീട്, ഈ സ്വപ്നം തന്നെയാണ് ഏതൊരു മലയാളിയുടെയും മനസ്സിലുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ കടം വാങ്ങിയും ഒരായുസ് മുഴുവൻ ജോലി ചെയ്തതും സ്വരീക്കൂട്ടിയതുമായ തുക ഉപയോഗിച്ച് ഒരു വീട് പണിയുന്നു. പക്ഷേ ഏതൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ആ സാധാരണക്കാരന് തിരിച്ചാ കാശടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. ചിലപ്പോൾ 1-2 അടവുകൾ മുടങ്ങുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഗുണ്ടാ സ്വഭാവമുള്ള ഹൗസിംഗ് ലോണുകൾ നൽകുന്ന പ്രൈവറ്റ് ഫിനാൻസ് കമ്പനികൾ ഇത്തരത്തിൽ ഈ സാധാരണക്കാരനെ, അശരണരായ ഈ സാധാരണക്കാരെ ആ വീട്ടിൽ നിന്നും വലിച്ച് തെരുവിലേക്ക് എറിയുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഇനി ഏത് താഴിട്ട പൂട്ടിട്ട് ആ വീട് പൂട്ടിയാലും, ഇനി ഏത് കൊലകൊമ്പനെ ആ വീടിൻ്റെ മുമ്പിൽ സെക്യൂരിറ്റി ആയിട്ട് കൊണ്ട് നിർത്തിയാലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആ പൂട്ട് പൊളിക്കുകയും ചെയ്യും, ആ സാധാരണക്കാരനെ ആ വീട്ടിൽ കയറ്റി പാർപ്പിക്കുകയും ചെയ്യും. എന്ത് നിലപാടാണിത്? കൃത്യമായി ജനങ്ങൾക്കൊപ്പം മനുഷ്യത്വത്തോടുകൂടി നിൽക്കേണ്ട നിലപാട്. ഈ നിലപാടുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്നും ഇന്ന് നിലവിൽ കേരളത്തിൽ ഏതൊക്കെ യുവജന സംഘടനകളുണ്ടോ അവരുടെയെല്ലാം ഒരുപടി മുകളിൽ സ്ഥാനമുറപ്പിക്കുന്നത്. എന്തായാലും ശരി, ഈ ഒരു നന്മ പ്രവർത്തനത്തിന് കൈയടിക്കാതെ പോയാൽ മറ്റെന്തിനാണ് നമ്മൾ കൈയടിക്കുക? ഈ ദിവസം ഡിവൈഎഫ്ഐ പ്രവർത്തകർ കാണിക്കുന്ന ഇത്തരം നന്മ പ്രവർത്തനങ്ങൾ അത് ആശുപത്രിയിൽ സാധാരണക്കാരന് പൊതിച്ചോറായി എത്തുന്നത് പോലെ, വയ്യാതെ കിടക്കുന്ന ഒരു രോഗിക്ക് രക്തമായി എത്തുന്നത് പോലെ, മറ്റു പ്രശ്നങ്ങൾപ്പെടുന്ന സാധാരണക്കാർക്ക് അവരോടൊപ്പം നിൽക്കുന്നത് പോലെ, വീടില്ലാത്തവന് വീട് വച്ച് നൽകുന്നത് പോലെ, അത്രയും നന്മ നിറഞ്ഞൊരു പ്രവർത്തനമായി ഇതും മാറുകയാണ്. ഈ സഖാക്കന്മാർക്ക്, ഡിവൈഎഫ്ഐയുടെ ചുണക്കുട്ടികൾക്ക്
ഒരു ബിഗ് സല്യൂട്ട്.